Good afternoon. Okay, good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർച്ചറി സർവീസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അയച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, പിന്നെ ഇവിടെ ഓക്കെ എസ് ഇട്ടിട്ടുണ്ട്. എല്ലാവരും വായിച്ചു നോക്കിയോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ലാസ്റ്റ് പറഞ്ഞത് ഫങ്ഷണൽ ഏരിയാസ് ആണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഫങ്ഷണൽ ഏരിയാസ് ഇതിൽ 5 നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഏതാ മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസിൽ ഫസ്റ്റ് വണ്ണാണ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. നമ്മൾ പറഞ്ഞു പാർക്കിംഗ് ഏരിയ വേണമെന്ന് പറഞ്ഞു. ആംബുലൻസ് ഒക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന രീതിയിൽ ആ എൻട്രൻസിൽ അവിടെ പാർക്കിംഗ് ഏരിയ അത് വേണം. അതെങ്ങനെയായിരിക്കണം? കവേർഡ് ആയിരിക്കണം, അത് മറച്ചിരിക്കണം. 18 മീറ്റർ സ്ക്വയർ അങ്ങനെയുണ്ട്. വാഹനങ്ങൾക്കായിട്ട് 18 മീറ്റർ സ്ക്വയർ വിസ്തീർണമുള്ള ഒരു വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ബോഡി സ്റ്റെയറിലേക്കുള്ള ആ എൻട്രൻസ് പോയിന്റിൽ വേണമെന്ന് പറഞ്ഞു. പാർക്കിംഗ് ഏരിയ അത് കവർ ചെയ്തിരിക്കണം. എന്തിനാണ്? ബോഡിനെ നമുക്ക് മഴയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വെച്ച് വെതർ ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്തിരിക്കണം. പിന്നെ അതുകൂടാതെ നമ്മൾ ഒരു സ്ക്രീനിങ്ങും അഡ്ജസ്റ്റന്റ് ഏരിയയിലേക്ക് പെട്ടെന്ന് പുറത്തു നിന്നുള്ള നോട്ടമൊക്കെ പെട്ടെന്ന് അധികം കിട്ടാത്ത രീതിയിൽ അതൊന്ന് മറച്ചിരിക്കണം എന്നാ പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ അവിടെ ബോഡി നമ്മള് പ്രത്യേകിച്ച് മർഡർ ആണ് അതിന്റെയൊക്കെ നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യാനും ഒക്കെ ഇതിനു വേണ്ടി കൊണ്ടുവരുന്ന ബോഡീസ് മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പല തെളിവുകളും ഒക്കെ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അങ്ങനെയൊന്നും വരാതിരിക്കാൻ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ പാർക്കിംഗ് നമുക്ക് നല്ല കവേർഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് പോയിന്റ് വേണം എന്നാ പറഞ്ഞേക്കുന്നത്. ഇനി സെക്കൻഡ് ഫങ്ഷണൽ ഏരിയ റിസപ്ഷൻ ആ പറഞ്ഞത്. റിസപ്ഷൻ ഓക്കെ, റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ പ്ലേസ് വെയർ ബോഡീസ് ആർ ഒബ്സർവ് ആൻഡ് ഡോക്യുമെന്റ്സ് എക്സാമിൻ. ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യാനും ബോഡീസ് ഒക്കെ ഒബ്സർവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ കുറച്ച് ഫോർമാലിറ്റീസും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അതുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പൊ അതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസപ്ഷൻ ഒരു ഏരിയ ഉണ്ടായിരിക്കും. ഇറ്റ് ഷുഡ് ബി ഈസിലി റീച്ചബിൾ ആൻഡ് അപ്രോച്ചബിൾ. അത് പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും അതുപോലെ തന്നെ അതിനോട് സമീപിക്കാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം. ഈസി ആയിട്ട് എത്തിപ്പെടുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇനി തേർഡ് പോയിന്റ് പറഞ്ഞത് ഫങ്ഷണൽ ഏരിയയില് ട്രോളി ബേ ആണ്. ട്രോളി ബേ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രോളി ബേ വേണമെന്ന് പറഞ്ഞു. അതിന്റെ സ്പേസ് ഓഫ് ദ പ്രോപ്പർ സ്പേസ് നീഡഡ് ഫോർ ട്രോളി ബേ ഈസ് 3 മീറ്റർ സ്ക്വയർ ആണ് പ്രോപ്പർ സ്പേസ് പറഞ്ഞേക്കുന്നത്. ട്രോളി ബേ എന്ന് പറഞ്ഞത് ഡെഡ് ബോഡീസ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് ഏതിന്റെ പരിധിയിൽ വേണം? റിസപ്ഷന്റെ. ആ റിസപ്ഷന്റെ പരിധിയിൽ ഒരു ട്രോളി ബേ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഫോർത്ത് പറഞ്ഞത് വെയിറ്റിംഗ് ഏരിയ ആണ്. വെയിറ്റിംഗ് ഏരിയ എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ആ വിസിറ്റേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് അത് ബോഡി നമുക്ക് ഇപ്പൊ അവിടെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ മരിച്ചിട്ടാണെങ്കിൽ ആ ബോഡി നമുക്ക് പെട്ടെന്ന് ഹാൻഡ് ഓവർ ചെയ്യൂല. അതിൽ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളുണ്ട്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം മർഡറിൽ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മർഡർ ആണ് അല്ലെങ്കിൽ ഇപ്പൊ നോർമൽ ഡെത്ത് ആണെങ്കിലും എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ എന്താ പോസ്റ്റ്മോർട്ടം ചെയ്യും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ റിലേറ്റീവ്സിനൊക്കെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന റിലേറ്റീവ് അവരുടെ ആളുകൾക്കൊക്കെ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഏരിയ വേണമെന്ന് പറഞ്ഞു. വെയിറ്റിംഗ് റൂം ഫോർ 15 മീറ്റർ സ്ക്വയർ ഈ സജസ്റ്റഡ് ഫോർ എൻട്രി ടു വിസിറ്റേഴ്സ് ആൻഡ് റിലേറ്റീവ്സ്. റിലേറ്റീവ്സിനും വിസിറ്റേഴ്സിനും ഒക്കെ പ്രവേശനത്തിനായിട്ട് ഒരു വെയിറ്റിംഗ് ഏരിയ വേണം. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റോറേജ് ചേംബർ ആണ്. സ്റ്റോറേജ് ചേംബർ എന്തിനാ? ബോഡീസ് ഡീകേ ചെയ്യാതെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റഡ് ക്യാബിനറ്റ്സ് ആണ് ഈ സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്. അപ്പൊ ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ ഡീകേ വരാതെ അഴുകാതെയൊക്കെ ലോ ടെമ്പറേച്ചറിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ക്യാബിനറ്റ്സ് ആണ് ഈ സ്റ്റോറേജ് ചേംബർ എന്ന് പറയുന്നത്.
അപ്പൊ അതിനകത്ത് നമ്മൾ 2 ടൈപ്പ് ഓഫ് മോർച്ചറി കോൾഡ് ചേമ്പേഴ്സ് ഉണ്ട്. അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ടെമ്പറേച്ചർ ആണ്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പറും ഉണ്ട്. പോസിറ്റീവ് ടെമ്പറേച്ചറിൽ ബോഡി കീപ്പ് ചെയ്യുന്നത് ടെമ്പറേച്ചർ എത്ര ഡിഗ്രിയാന്ന് നോക്കിയാൽ കെപ്റ്റ് ബിറ്റ്വീൻ 2 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 4 ഡിഗ്രി സെൽഷ്യസ്. ഇതിന്റെ ഇടയിലായിരിക്കും, ആ ഒരു ടെമ്പറേച്ചറിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത്. അത് വിത്തിൻ വൈ ദിസ് ഈസ് യൂഷ്വലി യൂസ്ഡ് ഫോർ കീപ്പിംഗ് ബോഡി ഫോർ അപ് ടു സെവറൽ വീക്സ്. ആഴ്ചകളോളം നമുക്ക് ഈ ബോഡിയൊക്കെ ഡീക്കേ വരാതെ ഒക്കെ ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ യൂസ് ചെയ്തതെന്ന് പറഞ്ഞു. അത് ആ ഡീക്കേ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയാ പ്രിവെന്റ് ചെയ്യൂല. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡീക്കേ. അതിന്റെ ഡീക്കേ ചെയ്യുന്നത് പൂർണ്ണമായിട്ടും തടയില്ല. അതായത് കുറച്ച് ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്കൊരു കുറച്ച് ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് അങ്ങനെയൊക്കെ മാക്സിമം കുറച്ച് നമ്മളൊക്കെ ഒരു കൗണ്ടബിൾ ആയിട്ടാണ് കുറച്ച് ദിവസങ്ങളൊക്കെ ഈ ബോഡീസ് കീപ്പ് ചെയ്യാനാണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. വിച്ച് കണ്ടിന്യൂസ് നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും എങ്ങനെയായിരിക്കും, ലോവർ ആയിരിക്കും. ഓക്കെ, സ്ലോവർ റേറ്റ് ആയിരിക്കും, താഴ്ന്ന നിരക്കിലായിരിക്കും ബോഡി കീപ്പ് ചെയ്യുന്നത് 2 ഡിഗ്രി സെൽഷ്യസിനും 4 ഡിഗ്രി സെൽഷ്യസിനും ബിറ്റ്വീനിലായിരിക്കും എന്ന് പറഞ്ഞു. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളെ കുട്ടികൾ ഇവർക്കിടെ ഈ നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും പഠനാംശത്തിനൊക്കെ വേണ്ടിയിട്ട് ഡെഡ് ബോഡീസ് ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോഴോ കുറച്ച് നാളുകളൊക്കെ കീപ്പ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മൾ ഗൾഫിലൊക്കെ മരിച്ചു കഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് ബോഡി എത്താതെ ചിലപ്പോൾ 1 മാസമൊക്കെ എത്തി ബോഡി നാട്ടിലേക്ക് വരുന്നുണ്ട്, എന്തെങ്കിലും ഈ ലീഗൽ പ്രശ്നങ്ങളോ കാരണങ്ങളോ ഒക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നാളുകളൊക്കെ നമുക്ക് ബോഡി ഇങ്ങനെ ഡീക്കേ സംഭവിക്കാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. ഇവിടെ ബോഡി കീപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ നോക്കിയേ, ബോഡീസ് ആർ കെപ്റ്റ് അറ്റ് ബിറ്റ്വീൻ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസ്. ആ ടെമ്പറേച്ചർ നോക്കട്ടെ, അതിന്റെ ഇടയിലായിരിക്കും ആ ബോഡി കീപ്പ് ചെയ്യുന്നത്. അപ്പൊ സാധാരണയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെയാണ് സാധാരണയായിട്ട് ഇങ്ങനെ നെഗറ്റീവ് കോൾഡ് ചേമ്പർ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഒരു കാര്യം പറഞ്ഞത് ഗൾഫിലൊക്കെ മരിച്ചിട്ട് കുറെ ദിവസങ്ങളല്ല 1 മാസമൊക്കെ എത്തി നമ്മുടെ ബോഡി നാട്ടിലേക്ക് എത്തുമ്പോ ആ സമയം വരെ അത് ഡീക്കേ ചെയ്യാതെ ഇരിക്കണം. അങ്ങനെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ യൂസ് ചെയ്യുക. അതിനകത്ത് എന്താ പ്രത്യേകത? അറ്റ് ദിസ് ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഫ്രോസൺ. ബോഡി പൂർണ്ണമായിട്ടും മരവിപ്പിക്കും. കംപ്ലീറ്റ് ഫ്രോസൺ എന്ന് വെച്ചാൽ മരവിക്കുക, ഫുള്ള് ഫ്രീസ് ആയിരിക്കും, പൂർണ്ണമായിട്ട് മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ആൻഡ് ഡീക്കേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. അപ്പൊ അത് ഡീക്കേ എങ്ങനെയാ, നമ്മൾ ടോട്ടലി മൊത്തത്തില് നമുക്ക് എന്താ പറയാ ഡീക്കേ ആവില്ല, ഡീക്കേ സ്റ്റോപ്പ് ചെയ്യും, നശിച്ചു പോകുന്നു. അത്രയും ഇപ്പൊ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോഴൊക്കെ നോക്കിയേ, താഴെ വെക്കുന്നതിനും ഫ്രീസറിൽ വെക്കുന്നതിനും ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് ഫ്രീസറിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് മാസങ്ങളോളം ഒക്കെ അത് ചീത്തയാവാതെ അങ്ങനെ തന്നെ ഇരിക്കണം. അതുപോലെ തന്നെ അപ്പൊ അത്രയും ടെമ്പറേച്ചറിൽ -50 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് -25 ഡിഗ്രി സെൽഷ്യസിന്റെ ബിറ്റ്വീനിലാണ് അവിടെ ബോഡിയൊക്കെ കീപ്പ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ ഫുള്ളായിട്ട് അവിടെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ബോഡി. അപ്പൊ നമ്മൾ മാസങ്ങളോളം അത് ഡീക്കേ ഒന്നും അഴുകാതെ അല്ലെങ്കിൽ അതിനൊരു ഡീക്കേ സംഭവിക്കാതെ ഇരിക്കും. അത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതല്ലേ, ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. കോൾഡ് ചേമ്പർ, പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേമ്പർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ 6ാമത്തെ ഫങ്ഷണൽ ഏരിയ എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റൂമാണ്. പോസ്റ്റ്മോർട്ടം റൂം കേട്ടിട്ടില്ലേ? എന്തിനു വേണ്ടിയിട്ടാ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അല്ലെ ഓട്ടോപ്സിക്ക് ഒക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പേസ് ആണ്, ഒരു റൂമാണ് പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റൂം അപ്പൊ നോക്കിയേ, ദ പോസ്റ്റ്മോർട്ടം റൂം ഈസ് ട്രീറ്റഡ് ടു ബി ലൈക്ക് ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇൻ ഓൾ ടെക്നിക്കലി സാങ്കേതികപരമായിട്ട് ഈ ഓപ്പറേഷൻ ഈ പോസ്റ്റ്മോർട്ടം റൂം എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻ തിയേറ്റർ പോലെ തന്നെയാണ് ടെക്നിക്കലി. എന്ന് വെച്ചാൽ രണ്ടിലും നടക്കുന്നത് സെയിം പ്രൊസീജിയർ അല്ലേ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മളെ ജീവനുള്ള ബോഡിയാണ് എന്താ പറയാ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, കീറി മുറിക്കുകയല്ല ചെയ്യുന്നേ. നമ്മുടെ ബോഡി കീറി സർജറി ചെയ്യുന്ന ഓരോ പാർട്സുകളൊക്കെ എന്താണ് നമ്മൾക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെയാണ് പോസ്റ്റ്മോർട്ടം. അതും ബോഡി നമ്മുടെ കീറി മുറിക്കല്ലേ, അത് ഡെഡ് ബോഡി ആണെന്നുള്ള വ്യത്യാസമുള്ളൂ. ബോഡി കീറി മുറിച്ചിട്ട് എക്സാമിനേഷൻ നടത്തുന്നു. ഓക്കെ, രണ്ടും
എന്താണ് ടെക്നിക്കലി രണ്ടും സെയിം പ്രൊസീജിയറാണ് നടക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് രണ്ടും സെയിം പ്രൊസീജിയർ ആണ്. അതിന്റെ ഡിഫറൻസ് എന്താ? ഓപ്പറേഷൻ തിയേറ്ററിൽ ജീവനുള്ള ബോഡി ആയിരിക്കും ചെയ്യുന്നത്, നമ്മള് ജീവനുള്ളതായിരിക്കും ചെയ്യുന്നത്, ആളുകളുടെ ഇതായിരിക്കും. നമ്മള് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി ആയിരിക്കും ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഡിഫറൻസ് ഉള്ളൂ. പിന്നെ ഇവിടെ നോക്കിയേ, ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോർച്ചറി ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ ഈസ് ദാറ്റ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം, കൂടുതലായി, അറ്റ്മോസ്റ്റ് അങ്ങേയറ്റം. Utmost care is required to avoid outside infection that enters inside. അപ്പൊ നമ്മൾ പറഞ്ഞു രണ്ടും സെയിം പ്രൊസീജിയർ തന്നെയാണ് നടത്തുന്നത്. രണ്ടും ബോഡി കീറി മുറിച്ച് എക്സാമിൻ ചെയ്യുന്നത്. രണ്ടിലും ഓപ്പറേഷൻ തിയേറ്ററിലും അതെ, പോസ്റ്റ്മോർട്ടം അതെ, ബോഡി നമ്മുടെ കീറി മുറിച്ച് എക്സാമിനേഷൻ നടത്തുന്നു. ഓക്കെ, രണ്ടും. പക്ഷെ അതിന്റെ ഒരു ഡിഫറൻസ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ പുറമേ നിന്നുള്ള ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് തിയേറ്ററിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആ നമ്മള് ഓപ്പറേഷൻ ചെയ്യുന്ന ആളിലേക്കൊക്കെ ഇൻഫെക്ഷൻ വരാതെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഓപ്പറേഷൻ തിയേറ്ററിൽ. The major difference between mortuary and operation theatre is that in operation theatre, utmost care is required to avoid or prevent outside infection that enters inside. പുറമെയുള്ള ഇൻഫെക്ഷൻ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ അങ്ങേയറ്റം ശ്രദ്ധ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊടുക്കണം. എന്നാൽ ഇവിടെ നോക്കിയ മോർച്ചറിയിലോ is needed to make sure that inside infection does not spread outside. അത് മോർച്ചറിയിൽ എന്താ, ആ ഡെഡ് ബോഡിയിൽ നിന്നുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ രോഗാണുക്കളൊക്കെ പുറത്തേക്ക്, ആ റൂമിന്റെ പുറത്തേക്ക് സ്പ്രെഡ് നമ്മൾ ശ്രദ്ധ കൊടുക്കണം, ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രദ്ധ കൊടുക്കണം. ഒരെണ്ണത്തിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ അതാണ് പറഞ്ഞേക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിലെ രണ്ടും ടെക്നിക്കലി രണ്ടും സെയിം ആണ്, പ്രൊസീജിയർ രണ്ടും സെയിം ആണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ എങ്ങനെയാ, നമ്മൾ ഔട്ട്സൈഡിൽ നിന്നുള്ള ഇൻഫെക്ഷൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കാതെ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. എന്നാൽ മോർച്ചറിയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഡെഡ് ബോഡിയിൽ നിന്നുള്ള ഇൻഫെക്ഷൻ രോഗാണുക്കൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു നമ്മളെ ഒരു കെയർ അവിടെ കൊടുക്കണം. അതാണ് ആ ഡിഫറൻസ്. ക്ലിയർ ആയോ? അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി 7th പോയിന്റ് പറഞ്ഞേക്കുന്നത് ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ഇനി അടുത്തത് വേണ്ട ഒരു ഏരിയ ആണ്, ഫങ്ഷണൽ ഏരിയ ആണ്. ഓഫീസ് റൂം വേണം. എന്തിനാ? അപ്പൊ നമ്മള് റെക്കോർഡുകൾ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ആ ബോഡിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ റെക്കോർഡുകളൊക്കെ കീപ്പ് ചെയ്യാനും അതിന്റെ ആ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് റൂം വേണം. ഫങ്ഷണൽ ഏരിയയിൽ ഓഫീസ് റൂമും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഫങ്ഷണൽ ഏരിയയില്, മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ ഓഫീസ് റൂമും ഫങ്ഷണൽ ഏരിയയിൽ വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? റെക്കോർഡ് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് വേണം? ഓഫീസ് റൂം വേണം. ഇനി നെക്സ്റ്റ് ആണ് ഡോക്ടേഴ്സ് റൂം. ഡോക്ടറിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സ് റൂം വേണം. പിന്നെ സ്റ്റോർ റൂം വേണം. എന്തിനാ? നമ്മൾ ഈ എക്യുപ്മെന്റ്സുകൾ നമ്മള് എന്താ പറയാ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിരികൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ, മോർച്ചറിയിൽ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ, പിന്നെ അതുപോലെ സ്പിരിറ്റ്, ഇതൊക്കെ നമ്മള് ബോഡിയൊക്കെ നല്ല സ്പിരിറ്റ് ഒക്കെ ഒഴിച്ചിട്ട് തുടച്ചിട്ട് വൃത്തിയാക്കുന്നത്, ക്ലീൻ ആക്കുന്നതിനൊക്കെ വേണ്ടി അതിന് വേണ്ടി ഉപയോഗിക്കുന്ന പഞ്ഞികള്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂം വേണം. സ്റ്റോർ റൂം, ഓക്കെ, എക്യുപ്മെന്റ്സുകൾ, സ്പിരിറ്റ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂം വേണം. പിന്നെ റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്. അപ്പൊ ടെക്നീഷ്യന്മാർക്കും അസിസ്റ്റൻസിനും ഒക്കെ ഉള്ള റൂം വേണം. ഓക്കെ, ടെക്നീഷ്യന്മാർക്കും അസിസ്റ്റൻസുകളൊക്കെ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം വേണം. പിന്നെ അടുത്തത് 11ാമത്തെ ചേഞ്ചിങ് റൂം.
ചേഞ്ചിങ് റൂം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട്. അപ്പൊ അവര് എന്താ പറയാ, ഇത് ചെയ്യുമ്പോ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ഡ്രസ്സിൽ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സെപ്പറേറ്റ്, മെയിലിനും ഫീമെയിലിനും ഒക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ചേഞ്ചിങ് റൂംസ് ഒക്കെ ഉണ്ട്. ചേഞ്ചിങ് റൂമുകളും വേണം. ഓക്കെ, അപ്പൊ അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ കീപ്പ് ചെയ്യാനും അവരുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനും അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ഉള്ള ചേഞ്ചിങ് റൂം വേണം. പിന്നെ അടുത്തതാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അവിടെ മോർച്ചറിയിൽ ഒരു ടോയ്ലറ്റ് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും വാഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിലൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇതിപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഓടി വേറെ സ്ഥലത്തേക്ക് പോകാനൊന്നും പറ്റൂല്ലോ. അതുകൊണ്ട് ആ മോർച്ചറിയിൽ ആ കോംപ്ലക്സിൽ അതുകൊണ്ട് തന്നെ ഒരു ടോയ്ലറ്റും വേണം. അപ്പൊ ഇത്രയും ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ്. ഏതൊക്കെയാ ഫങ്ഷണൽ ഏരിയ എന്ന് വേഗം നോക്കി. ഏതൊക്കെയാ ഫസ്റ്റ് ഫങ്ഷണൽ ഏരിയ? ഫസ്റ്റ് ഏതാ പറഞ്ഞത്? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ, റിസപ്ഷൻ ഏരിയ ഉണ്ട്, നെക്സ്റ്റ് ട്രോളി ബേ ഒരു സെക്ഷൻ ഉണ്ട്, വെയിറ്റിംഗ് ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ചേംബറുകൾ വരുന്നുണ്ട്, പിന്നെ പോസ്റ്റ്മോർട്ടം റൂം വരുന്നുണ്ട്, ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിംഗ്, ഓഫീസ് റൂം, ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്, പിന്നെ അടുത്തത് ചേഞ്ചിങ് റൂം, നെക്സ്റ്റ് ആണ് ടോയ്ലറ്റ്സ്. ഓക്കെ, ക്ലിയർ ആയോ ഫങ്ഷണൽ ഏരിയ? ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് വരുന്നത് ടൈപ്പ് ഓഫ് മോർച്ചറീസ്. പല തരത്തിലുള്ള മോർച്ചറികളാണ്. ടൈപ്സ് ഓഫ് മോർച്ചറീസ്, പല തരത്തിലുള്ള മോർച്ചറികൾ. അപ്പൊ അതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. വെയിറ്റിംഗ് മോർച്ചറി ഉണ്ട്, സെക്കൻഡ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, പിന്നെ പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. ഏതൊക്കെയാ? വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. സ്ക്രോൾ ചെയ്യണം. ഓക്കെ ഓക്കെ, ക്ലിയർ അല്ലേ സഫീറ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നില്ലേ? ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? നിങ്ങളിപ്പോ ഏതാ ഉണ്ടെന്നാണല്ലോ ഇവിടെ ചിലരൊക്കെ റിപ്ലൈ ചെയ്തേക്കണേ. ഇത് ഇവിടെ നമ്മൾ ടൈപ്പ് ഓഫ് മോർച്ചറി ആണ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ സ്ക്രോൾ ചെയ്യേണ്ട, നമ്മൾ പഠിച്ചു പോകുമ്പോൾ സ്ക്രോൾ ചെയ്ത് പോയാൽ മതിയല്ലോ. പിന്നെ ഇവിടെ ആ ഹെഡിങ് കാണുമല്ലേ നിങ്ങൾ, ടൈപ്പ് ഓഫ് മോർച്ചറീസ്. ഇപ്പൊ ക്ലിയർ ആണോ? നോക്കിയേ, ടൈപ്പ് ഓഫ് മോർച്ചറി എന്നുള്ള ഹെഡിങ് കാണുന്നുണ്ട് എല്ലാവരും? ഈ ആരെങ്കിലും കാണാത്തതുണ്ടോ? ആരെങ്കിലും ആ ഹെഡിങ് കാണാത്തതുണ്ടോ? ടൈപ്പ് ഓഫ് മോർച്ചറി എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഓക്കെ, അവിടെ വരെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേ ആരെങ്കിലും. ഒരു മിനിറ്റ് നോക്കിയേ, ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കാ പ്രശ്നം? ഇപ്പൊ ടൈപ്പ് ഓഫ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹെഡിങ് കാണുന്നില്ലേ? ആ ഹെഡിങ് മാത്രമേ കാണുന്നുള്ളൂ മാം. ടൈപ്സ് ഓഫ് മോർച്ചറി, വെയിറ്റിംഗ് മോർച്ചറി എന്ന് മാത്രം. ഹെഡിങ് മാത്രമേ ഉള്ളൂ? വെയിറ്റിംഗ് മോർച്ചറി, വെയിറ്റിംഗ് മോർച്ചറി മാത്രമേ കാണുന്നുള്ളൂ? അതെ മാം. ഇപ്പോഴോ? രണ്ടാമത്തെ പേജ് കാണുന്നില്ല. സ്ക്രോൾ ആയിട്ടില്ല മാം. സ്ക്രോൾ ആയിട്ടില്ല? നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ടൈപ്സ് ഓഫ് മോർച്ചറി മാത്രമേ കാണാവൂ മാഡം. ഓക്കെ ഓക്കെ, ഒന്ന് നോക്കട്ടെ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ ആയി അല്ലേ? ഓക്കെ ഓക്കെ.
ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പല ടൈപ്പ് ഓഫ് മോർച്ചറീസ് പറയുന്നത്. ഫസ്റ്റ് ഏതാ? വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് ഹോസ്പിറ്റൽ മോർച്ചറി, തേർഡ് ആണ് പ്രൈവറ്റ് മോർച്ചറി. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് വരുന്നത് വെയിറ്റിംഗ് മോർച്ചറി ആണ്. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് നോക്കി, എ വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് അഫേമിംഗ്. അഫേമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പിക്കുന്നു. ഉറപ്പിക്കുക. ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തി. ഡിസീസ്ഡ് പേഴ്സൺ, മരിച്ച വ്യക്തി. ഉറപ്പിക്കുക. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞത്? വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ്. എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നോക്കിയേ? മരിച്ച വ്യക്തി മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന, ആ ഡെഡ് ബോഡി വെക്കുന്ന ഒരു സ്ഥലമാണ് ഈ വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അതായത് മരിച്ചു എന്ന് നമ്മൾ അത് പ്രൂവ് ചെയ്യുന്നത് വരെയും, അത് തെളിയിക്കുന്ന വരെയും നമ്മള് ആ ബോഡി കീപ്പ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത് എന്ത് ഉദ്ദേശത്തോടു കൂടി? അഫേമിംഗ് ദാറ്റ് ഡിസീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. മരിച്ച ആളുകള് മരിച്ചു എന്ന് പൂർണ്ണമായിട്ടും ഉറപ്പിക്കുന്നത് വരെ ബോഡി കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ആ റൂമാണ് വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റ് ചെയ്യാണ്, അത് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. Before the emergence of modern method of verifying death, people feared that they would be buried alive. Okay. Before the emergence of modern method of verifying the death, മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ആധുനിക രീതികൾ വരുന്നതിന് മുന്നേ, ഇപ്പൊ നമ്മൾ മരിച്ചു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ. അപ്പൊ വീട്ടിലാണെങ്കിലും ഒരാള് മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളല്ല അത് പറയുന്നത്. അതപ്പോ നമ്മള് ഡോക്ടറിനെ വിളിക്കും അല്ലെ? ഡോക്ടറിനെ വിളിച്ച് മരണം സ്ഥിരീകരിക്കും. അവർക്കുടെ പൾസ് നോക്കി, പൾസൊക്കെ നോക്കി ഒക്കെ നമ്മള് ഡോക്ടർ വന്നിട്ടാണ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ പണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മള് ഒരു ഈ ആധുനിക രീതികള്, മരണം സ്ഥിരീകരിക്കുന്നതിനുള്ള ആധുനിക രീതികള് ഉണ്ടാവുന്നതിന് മുന്നേ ആളുകള് പേടിച്ചിരുന്നു. that they would be buried. അവരെ ജീവനോട് കൂടി ബെറി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കരിക്കുക, ഒരു കുഴിച്ചിടുക. അതാണ് ബെറീഡ് എന്ന് പറയുന്നത്, അടക്കം ചെയ്യുക എന്നുള്ളത്. ജീവനോട് കൂടി അവരെ അടക്കം ചെയ്യുമെന്ന് പേടിച്ചിരുന്നു. അപ്പൊ ആധുനിക രീതിയിലുള്ള ഈ മരണം സ്ഥിരീകരിക്കുന്നത് അതിന് മുന്നേ ആളുകള് അവരെ ശരിക്കും മരിക്കുന്നതിന് മുന്നേ അവരെ കുഴിച്ചിടും, അത് ബെറി ചെയ്യുമെന്ന് ആളുകൾ പേടിച്ചിരുന്നു. അപ്പൊ ടു ലെസൺ സച്ച് ഫിയേഴ്സ്, ഈ ഒരു പേടി, ലെസൺ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ്, ഈ ഒരു പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ദ ലേറ്റ്ലി ഡിസീസ്ഡ് were housed for a time in waiting mortuary. അപ്പൊ ആ ഒരു പേടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ ആ മരിച്ച ആളെ എന്ത് ചെയ്യുന്നു? വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തും. എന്നിട്ട് where attendants would watch for sign of life. എന്നിട്ട് അവിടെ അറ്റൻഡന്റുമാരുണ്ടല്ലോ, അവര് ആ ജീവന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളത് കെയർഫുള്ളി വാച്ച് ചെയ്യും. മരിച്ചോ അല്ലെങ്കിൽ ജീവന്റെ എന്തെങ്കിലും, ഇപ്പൊ നമ്മൾ പൾസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അത് ആ അറ്റൻഡന്റുമാർക്കുടെ ജോലിയാണ്. അവരെന്ത് ചെയ്യുന്നു? അപ്പൊ വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തിരുന്നു, ശരിക്കും മരിച്ചു, പക്ഷെ നമ്മൾ ഒന്നുകൂടി മരണം ഉറപ്പിക്കാൻ വേണ്ടിയാ. അപ്പൊ ഇതേ രീതിയിൽ ഒന്നും ഡോക്ടർ വന്ന് മരണം സ്ഥിരീകരിക്കുന്ന ഒരു ഇത് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിന് മുന്നുള്ള സമയത്തെ കാര്യം പറയുന്നത്. അപ്പൊ മരിച്ചു എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ മരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് ആ ബോഡി മാറ്റും. അവിടെ അറ്റൻഡന്റുമാര് അവിടെ ജീവന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നുള്ളത് അവര് വാച്ച് ചെയ്യും. ദ കോപ്സ് എന്ന് പറയുന്നത് ശവശരീരങ്ങൾ, മൃതദേഹത്തിനാണ് കോപ്സ് എന്ന് പറയുന്നത്. Corpses would be allowed to decompose partially prior to burial. അവിടെ ഒന്ന് കറക്റ്റ് ആക്കിയ burial, 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 സംസ്കരിക്കുക.
ഓക്കെ. അപ്പൊ ഈ ശവശരീരങ്ങള് മൃതദേഹങ്ങള് എന്ത് ചെയ്യും? അലൗഡ് ടു ഡീകമ്പോസ് പാർഷ്യലി, പകുതി അല്ലെങ്കിൽ പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കും. അപ്പൊ മരിച്ചു എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്താ, ബോഡി അഴുകും. അപ്പൊ അതൊക്കെ എന്താ പറയാ, ഒരു സ്മെല്ലൊക്കെ ഇത് വരും, അല്ലെങ്കിൽ ആ ശരീരം എന്താ ഒന്ന് ചീർത്തൊക്കെ വരും അല്ലെ. 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ സാധാരണ ഇതിൽ നിന്നൊരു വ്യത്യാസം വരുമല്ലോ. അപ്പൊ അങ്ങനെ പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാനായിട്ട് അനുവദിക്കും. ഏത്, നമ്മള് പ്രയർ ടു ബെറിയൽ, ബെറി ചെയ്യുന്നതിന് മുന്നേ, സംസ്കരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതിന് മുന്നേ ആ ഡെഡ് ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തി അത് പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ, ഈ എന്താ പറയാ, ഡീകമ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഴുകുക എന്നുള്ള മീനിങ്. പകുതി ഡീകമ്പോസ് എന്ന് വെച്ചാൽ പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കും. എന്നിട്ടാണ് അപ്പോഴാണ് അവര് മരണം ഉറപ്പിച്ചു എന്ന് ഇതാക്കണത്. അതുവരെ നമ്മൾ ആ വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തും. ക്ലിയർ ആയോ? അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മള് ബോഡി കീപ്പ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പോ എന്തിനു വേണ്ടിയിട്ട് വെയിറ്റിംഗ് മോർച്ചറി? മരിച്ച വ്യക്തി മരിച്ചു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമ്മള് ബോഡി കീപ്പ് ചെയ്യുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ നമ്മള് ഈ എങ്ങനെയാ, ഈ ഇപ്പോഴത്തെ രീതിയിലുള്ള ഡെത്ത് സ്ഥിരീകരിക്കാത്ത ആ ഒരു പണ്ട് ആ സമയത്ത് ഈ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ആളുകളെ വെയിറ്റിംഗ് മോർച്ചറിയിൽ, മരിച്ച ആളെ വെയിറ്റിംഗ് മോർച്ചറിയിൽ ഇടും. എന്നിട്ട് അവിടെ അറ്റൻഡന്റ്മാര് അവിടെ എന്തെങ്കിലും ജീവന്റെ ഒരു ഇതുണ്ടോ അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളത് അവര് സ്ഥിരീകരിക്കും. അപ്പൊ അവിടെ തന്നെ അവിടെ കിടത്തുമ്പോൾ നമ്മൾ 2-3 ദിവസം കൊണ്ടൊക്കെ ആ ബോഡി ഒന്ന് പാർഷ്യലി ഡീകമ്പോസ് ചെയ്യും. അത് സംസ്കാരത്തിന് മുന്നേ ആ ബോഡി പാർഷ്യലി ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കും. ഓക്കെ, ഇതാണ് വെയിറ്റിംഗ് മോർച്ചറിയിൽ വരുന്നത്. ഇനി രണ്ടാമത്തെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി. അപ്പൊ ഒന്നോടെ നോക്കിയാ, വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ലൈഫിന്റെ അടയാളം അല്ലെങ്കിൽ ജീവന്റെ ഒരു കണിക പോലും ഇല്ല എന്ന് അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി. ഇനി ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ നോക്കിയേ, എ ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞത്. വിത്തിൻ എ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. എ കെയർ സെന്റർ ഓർ ഹോസ്പിസ് ഓർ എ റിട്ടയർമെന്റ് ഹോംസ്. അതുപോലെ തന്നെ ഈ കെയർ സെന്ററുകൾ, പിന്നെ ഹോസ്പിസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹോസ്പിസ് എന്ന് പറഞ്ഞാൽ എന്താ, ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പൊ ആളുകൾക്ക് ഇപ്പൊ ഒരാള് ഡോക്ടർ മരണം എന്തായാലും ഉറപ്പായിട്ട് മരിക്കും എന്നൊക്കെ നമ്മൾ പറയുന്ന കേസുകൾ ഉണ്ടല്ലോ. അപ്പൊ എന്താ പറയാ, അപ്പൊ അവർക്ക് പിന്നെ ചികിത്സിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അവർക്കുടെ ജീവിതാവസാനം വരെയും പല ശേഷിച്ച നാളുകള് അവർക്ക് മരുന്നിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ത് വേണം, അവർക്ക് ആ ബാക്കിയുള്ള കാലം അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് ഇനിയുള്ള കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാനൊക്കെ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത്, ആ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് ഹോസ്പിസ് സെന്ററുകള്, റിട്ടയർമെന്റ് ഹോംസുകള്, പാലിയേറ്റീവ് കെയർസ് ഒക്കെ. അപ്പൊ നമ്മൾ മരിക്കും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അതുപോലെ തന്നെ അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ നമ്മള് ഒരു മെസ്സേജ് കണ്ടപ്പോ അതിലേക്ക് പോയതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആ മരണം എന്തായാലും മരിക്കും എന്നുള്ള ആളുകളെ നമ്മൾ അവരുടെ അവരുടെ ശേഷിച്ച കാലം സന്തോഷത്തോടു കൂടിയൊക്കെ സന്തോഷമൊക്കെ കൊടുത്ത് അവരെ ജീവിക്കാൻ വേണ്ടി അവർക്ക് കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ ഹോസ്പിസ് സെന്റേഴ്സ്. അപ്പൊ അതിനോടൊക്കെ ചേർന്ന് അല്ലെങ്കിൽ അതിന്റെയൊക്കെ കീഴിൽ എന്തുണ്ടാവും, ഹോസ്പിറ്റൽ മോർച്ചറികൾ ഉണ്ടാവും. അതിന്റെയൊക്കെ കീഴിലും ഈ ഹോസ്പിറ്റൽ മോർച്ചറികൾ വരാം. അതിനോടൊക്കെ ചേർന്ന് അപ്പൊ അവിടെ അപ്പൊ നമ്മൾ എന്താ പറയാ, അത്രയും നാളുകൾ അവിടെ നിന്നു, അത് മരിച്ചു കഴിയുമ്പോൾ അപ്പൊ പെട്ടെന്ന് അവർക്കിടെ തന്നെ ആ മോർച്ചറിയിലേക്ക് അവിടെ ഷിഫ്റ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട്
അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒക്കെ കീഴിൽ വരുന്ന ഇതാണ്, ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇവിടെ ഇറ്റ് എംപ്ലോയീസ് സാലറീഡ് പേഴ്സൺ കോൾഡ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഇറ്റ് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് സാലറീഡ് പേഴ്സൺ, അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് കോൾഡ് മോർച്ചറി ടെക്നീഷ്യൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അപ്പൊ അവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ പറയുന്ന പേരാണ്, അവര് സാലറീഡ് പേഴ്സൺ ആയിരിക്കും, അവരെ പറയുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അവരെയാണ് മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ്. ഡെലിഗേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ്, ചുമതലപ്പെടുത്തുക. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് രൂപകൽപ്പന ചെയ്തേക്കുന്നതാണ് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയേക്കുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓട്ടോപ്സി സൈറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടോപ്സി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറികൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് പറയുന്നത് ഇൻ റൂറൽ ഏരിയാസ് വെയർ ദെയർ ആർ നോ ബെറിയൽ ഫെസിലിറ്റി നിയർ ബൈ. ഇനി റൂറൽ ഏരിയാസിലൊക്കെ നമുക്ക് ബെറിയൽ ഫെസിലിറ്റീസ്, സംസ്കാരം നടത്താനുള്ള ഈ ഫെസിലിറ്റീസ് ഒക്കെ അടുത്ത് ഇല്ലെങ്കിൽ a hospital may be hospital mortuary എന്ത് ചെയ്യുന്നു? may receive the body of an individual. അപ്പൊ ഈ നമ്മള് റൂറൽ ഏരിയാസിലൊക്കെ നമുക്ക് തൊട്ടടുത്ത ബെറിയൽ ഫെസിലിറ്റീസ് ഒക്കെ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി എന്ത് ചെയ്യുന്നു? ആ ബോഡീസ്, ആ മരിച്ച ആ ബോഡി റിസീവ് ചെയ്യുന്നു. ഹു ഡൈഡ് ഔട്ട്സൈഡ് ഇറ്റ്സ് ഓൾ. ആ ഹോസ്പിറ്റലിന്റെ പുറത്ത് മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിൽ മരിച്ചിട്ടുള്ള ഡെഡ് ബോഡീസ് റിസീവ് ചെയ്യുന്നു. അതെങ്ങനെയാ? ഒരു ചെറിയൊരു ഫീസോട് കൂടി. അത് അവരെ ബോഡി കീപ്പ് ചെയ്യുന്നതിനൊക്കെ ചെറിയൊരു ഫീസും അവര് മേടിക്കും. ഫീസോട് കൂടി അവിടെ സ്വീകരിക്കാം എന്നാ പറഞ്ഞേക്കത്. ഹോസ്പിറ്റൽ മോർച്ചറി അതിന്റെ പരിസരത്ത് ആരെങ്കിലും അല്ലെങ്കിൽ അതിന്റെ പുറത്ത് മരിച്ച വ്യക്തിയുടെ മൃതദേഹമൊക്കെ ചെറിയൊരു ഫീസോട് കൂടി സ്വീകരിക്കും. ഓക്കെ, ഈ ഇവിടെ വിസിനിറ്റി എന്ന് പറഞ്ഞാൽ പ്രിമിസിസ് അല്ലെങ്കിൽ അതിന്റെ സമീപത്ത് എന്നുള്ള മീനിങ് ആട്ടോ. സമീപത്ത്, ആ ഹോസ്പിറ്റലിന്റെ സമീപത്തൊക്കെ ആയിട്ട്, ഹോസ്പിറ്റലിൽ കിടന്ന് മരിച്ചതാണെങ്കിൽ ഓൾറെഡി നമുക്ക് ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് മോർച്ചറിയിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഹോസ്പിറ്റലിന്റെ പുറത്തൊക്കെ മരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റൽ മോർച്ചറിക്ക് ആ ഡെഡ് ബോഡീസ് ഒരു ചെറിയൊരു ഫീസ്, ഇത്ര ദിവസം, ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു ദിവസത്തേക്ക് വെക്കണമെങ്കിൽ ആ ഒരു ചാർജ്, അവർ പറയുന്ന ഒരു ചാർജ് അടച്ചാൽ മതി. അപ്പൊ ആ ഒരു ഫീസോട് കൂടി ആ ബോഡി അവിടെ റിസീവ് ചെയ്യാം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കിപ്പോ നമ്മളെ ബെറിയൽ ചെയ്യാനായിട്ട് ഫ്യൂണറൽ ഹോംസുകളുണ്ട്, സംസ്കരിക്കുന്ന സ്ഥലങ്ങള്, ബോഡി. അപ്പൊ അവിടെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇന്നിപ്പോ മരിച്ച് അപ്പൊ നമുക്ക് ഇന്ന് തന്നെ പറ്റിയില്ല, നാളത്തേക്കൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്കൊന്ന് ബോഡി കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് നമുക്കൊരു ചെറിയ ഫീസ് കൊടുത്തിട്ട് ഡെഡ് ബോഡി മാറ്റാൻ പറ്റും. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രൈവറ്റ് മോർച്ചറിയാണ്. പ്രൈവറ്റ് മോർച്ചറി പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓക്കെ, അത് മതി. രണ്ട് കാര്യങ്ങൾ നോക്കുക. ഇനി നെക്സ്റ്റ് പ്രൈവറ്റ് മോർച്ചറിയുടെ കാര്യമാണ്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ. അത് ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും. അതായത് ഒരു വ്യക്തിയില് ഒരു കേന്ദ്രീകൃതമായിരിക്കും പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഫോർ ക്രിമേഷൻ. ബെറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ബെറി ചെയ്യാന്ന് വെച്ചാൽ കുഴിച്ചു മൂടുക, അല്ലെ? അത് എന്താ പറയാ, കുഴിച്ചു മൂടുക, അടക്കം ചെയ്യുക. അടക്കം ചെയ്യുന്നതിനാണ് ബെറിയൽ എന്ന് പറയുന്നത്. ബെറിയൽ
BURIAL. ഓർ ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ സംസ്കരിക്കുക, ദഹിപ്പിക്കൂല്ലേ, സംസ്കരിക്കുക. ബോഡി സംസ്കരിക്കുന്നതിനാണ് ക്രിമേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബെറിയൽ ഓർ ക്രിമേഷൻ. ഇപ്പോ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബെറി ചെയ്യാനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡീസ് റിസീവ് ചെയ്യുന്ന സ്ഥലമാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി. പിന്നെ അതുപോലെ നമ്മള് ഈ ഹോസ്പിറ്റലിലൊക്കെ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിലും മോർച്ചറിയിൽ ചിലപ്പോ അവിടെ സ്ഥലം തികയാതെ വരുമ്പോഴും ഒക്കെ നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിൽ, നമ്മുടെ റിസ്കിൽ നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ, ഹോസ്പിറ്റലിലെ മോർച്ചറിയിലൊക്കെ സ്ഥലം തികയാതെ വരുന്ന സാഹചര്യത്തിലും നമുക്ക് ബോഡി പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അത് ബെറിയൽ അല്ലെങ്കിൽ ക്രിമേഷന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബോഡി നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇനി ഇത് ഉപയോഗിക്കുന്നത്, ഈ പ്രൈവറ്റ് മോർച്ചറി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ വീടുകളിൽ എന്നൊക്കെ മരണം സംഭവിച്ചിട്ട്, ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഒരാള് മരിച്ചു, അപ്പൊ അവരുടെ റിലേറ്റീവ്സ് ഒക്കെ ഗൾഫിലൊക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാഴ്ച വരും, അല്ലെങ്കിൽ ഒരു 4-5 ദിവസമൊക്കെ വരും അവരിവിടേക്ക് വരാനായിട്ട്. അപ്പൊ അതുവരേക്കും നമുക്ക് ഈ ബോഡി വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഒരു ദിവസമൊക്കെ കുഴപ്പമില്ല. പിന്നെ മരിച്ച കാലത്തേക്ക് സംസ്കരിക്കണമെങ്കിൽ രാത്രി അങ്ങനെ നമുക്ക് ബോഡി ഒരു ദിവസത്തേക്കൊക്കെ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമ്മൾ ആ ഫ്രീസർ, കോൾഡ് ചേംബർ കൊണ്ടുവന്ന് നമ്മൾ വീട്ടിൽ തന്നെ ഫ്രീസർ കൊണ്ടുവന്ന് അവിടെ ബോഡി കീപ്പ് ചെയ്യുക ചെയ്യുന്നത്. പക്ഷെ 2-3 ദിവസമൊക്കെ നമുക്ക് ഒരു ബോഡി വീട്ടിൽ വെക്കുന്നത് അത്ര പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് പ്രൈവറ്റ് മോർച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. 3-4 ദിവസമൊക്കെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യേണ്ട സാഹചര്യത്തിലും പ്രൈവറ്റ് മോർച്ചറിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉപയോഗിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ്, unlike a hospital mortuary, a private mortuary may not receive the body of individual who died of certain infectious diseases. അപ്പൊ നമുക്ക് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മള് ഈ നമ്മുടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായി, അൺലൈക്ക് എന്ന് വെച്ചാൽ വ്യത്യസ്തമായി, ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പ്രൈവറ്റ് മോർച്ചറി എന്താ? മേ നോട്ട് റിസീവ് ദ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഹു ഡൈഡ് ഓഫ് സർട്ടൻ ഇൻഫെക്ഷസ് ഡിസീസസ്. ഇതുപോലെ ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് മരിച്ച ആളുകളുടെ ബോഡി ഒന്നും ഈ ഹോസ്പിറ്റൽ മോർച്ചറിന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറികൾ റിസീവ് ചെയ്യില്ല. അതിന്റെ ഫുള്ള് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രൈവറ്റ് പാർട്ടിയിലായിരിക്കും, ഒരു വ്യക്തികളിൽ കേന്ദ്രീകൃതമായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷസ് കേസിൽ, ഇൻഫെക്ഷസ് ഡിസീസ് വരുന്ന ബോഡീസ് ഒന്നും പ്രൈവറ്റ് മോർച്ചറി അങ്ങനെ റിസീവ് ചെയ്യില്ല. ഓക്കെ, unlike a hospital mortuary, a private mortuary may not receive the body of individual who died of certain infectious disease. ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോമുകളായിട്ടാണ് നടത്തുന്നത്. ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുന്ന സ്ഥലം, ഡെഡ് ബോഡി ദഹിപ്പിക്കുന്ന സ്ഥലമില്ലേ, അതിനാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ ഓർ ഫ്യൂണറൽ ഹോം, ഇതൊക്കെ ബോഡി ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും എന്താ? ഫ്യൂണറൽ ഹോമുകളാണ് നടത്തുന്നത്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. ഓക്കെ, അപ്പൊ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ആരാണ്? ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി അപ്പൊ നെക്സ്റ്റ് വരുന്നത്, പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഇനി നോക്കി അടുത്തത്, പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസുമായിട്ട് കണക്ട് ചെയ്തിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രൈവറ്റ് മോർച്ചറി ഈ ഫ്യൂണറൽ ഹോംസുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബോഡി നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പൊ അതിനും ഒരു റെന്റ് മേടിക്കാലോ. ഇപ്പൊ ഇത്ര ദിവസത്തേക്ക് നമ്മൾ വെക്കുന്നതിന് ഓരോ ദിവസവും ചാർജ് ഉണ്ടാവും. അപ്പൊ 2-3 ദിവസമൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഫീസ് എടുക്കാം. അതുപോലെ തന്നെ എന്താണ്? ഫ്യൂണറൽ ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സംസ്കാരം നടത്താൻ പറ്റും. അപ്പൊ 2 ഫീസും കിട്ടുമല്ലോ. അപ്പൊ അതാണ് പറഞ്ഞേക്കുന്നത്.
പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസുകളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പ്രൈവറ്റ് മോർച്ചറി ആർ പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ സർവീസ് ഓഫ് ദ ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസിന്റെ ഒരു സർവീസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ശരിക്കും ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഫ്യൂണറൽ ഹോമിന്റെ സർവീസ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറീസ്. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ ബോഡി, ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ സംസ്കരിക്കുകയും ചെയ്യും. രണ്ടും റിലേറ്റഡ് ആയിരിക്കും. പ്രൈവറ്റ് മോർച്ചറി ബോഡി സൂക്ഷിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഫ്യൂണറൽ ഹോംസും അതിന്റെ ഭാഗമായിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ബോഡി സംസ്കരിക്കുകയും ചെയ്യും. അതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ്, ദേ കം അണ്ടർ ദ കാറ്റഗറി ഐദർ ഓഫ് ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്ന ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. ഫ്യൂണറൽ ഹോംസ് അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലറിന്റെ കീഴിൽ വരുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഓക്കെ, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോംസിന്റെ വരുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അത് 3 ഇതിനകത്ത് വരുന്നത്. ഈ എന്താ പറഞ്ഞ ഇപ്പോ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയില് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഈ നമുക്ക് എന്താ പറയാ, ഹോസ്പിറ്റലിൽ മരിച്ചു, അത് നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിന്റെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ റിലേറ്റീവ്സിന് ഹാൻഡ് ഓവർ ചെയ്യും. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മൾ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലപ്പോ ഈ നമ്മൾ പറഞ്ഞില്ല, ആരും ഇതും ഇല്ലാത്ത അജ്ഞാത മൃതദേഹം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ പറഞ്ഞല്ലോ. അത് അപ്പൊ ആ ബോഡി നമുക്ക് എത്ര ദിവസം, 72 hours അല്ലെങ്കിൽ 3 ദിവസം വരെ നിയമം അനുസരിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ കീപ്പ് ചെയ്യാനുള്ള നിയമമുണ്ട്. അപ്പൊ 3 ദിവസം വരെയും നമ്മള് അവിടെ കീപ്പ് ചെയ്തിട്ട് ആരും വന്നില്ല, അത് ക്ലെയിം ചെയ്തില്ലെങ്കിൽ, തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ആ ഹോസ്പിറ്റലിലെ രീതികളും നമ്മുടെ ഒരു രാജ്യത്തിലെ നിയമമൊക്കെ അനുസരിച്ചിട്ട്, ഫോർമാലിറ്റി ഒക്കെ അനുസരിച്ച് ഹോസ്പിറ്റലുകാർക്ക് തന്നെ സംസ്കരിക്കാം. അങ്ങനെയുള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ എന്താ പറയാ, ബോഡിക്ക് ഒരു റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവര് തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ തന്നെ നമ്മുടെ രീതിക്ക്, ഇപ്പൊ ഹിന്ദുസ് ആണെങ്കിൽ നമ്മുടെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും, ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ പള്ളിയിലെ പോലെ, മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ, ഓരോരുത്തരും ആണെങ്കിലും അവരുടേതായ റിലീജിയസ് കർമ്മങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ രീതിയിൽ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 3 ടൈപ്പ് മോർച്ചറിയാണ് വരുന്നത്. പ്രൈവറ്റ് മോർച്ചറി നോക്കിയേ, പെട്ടെന്ന് നോക്കിയേ, വെയിറ്റിംഗ് മോർച്ചറിയിൽ എന്താ, മരിച്ച ആള് ആ ഡെത്ത് ഉറപ്പിക്കുന്നത് വരെ കീപ്പ് ചെയ്യാണ്, സൂക്ഷിക്കുന്ന സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയായിരിക്കും അല്ലെ. അത് എന്തിനു വേണ്ടിയിട്ട്, ഓട്ടോപ്സി സൈറ്റ് ആണ്. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ഓട്ടോപ്സി ഒക്കെ, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റൂമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ പറഞ്ഞത് പ്രൈവറ്റ് മോർച്ചറി ഉണ്ട്. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ മരിച്ചിട്ട് നമുക്ക് 2-3 ദിവസം എന്തായാലും വീട്ടിൽ വെക്കാൻ പറ്റില്ല. അപ്പൊ ആ ഇത് നമുക്ക് നമ്മുടെ റിസ്കില് എന്താ, പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ബോഡി ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ ബോഡി സൂക്ഷിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ തന്നെ നമ്മളുടെ സംസ്കാരവും നടത്താം. ഓക്കെ, ഇതാണ് ലാസ്റ്റ് പറഞ്ഞത്. പ്രൈവറ്റ് മോർച്ചറി ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ എല്ലാ ഫ്യൂണറൽ ഹോംസിനും എന്തുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രൈവറ്റ് മോർച്ചറിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ക്ലിയർ ആയോ? അത് വായിച്ചു നോക്കാം കേട്ടോ. ഇല്ല, ഇത് നിങ്ങൾക്ക് 3 ഇത് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. 3 മോർച്ചറിയുടെ ഇത് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ, അത്രയും മതി. വെയിറ്റിംഗ് മോർച്ചറി വരുന്നുണ്ട്, ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ട്, മൊബൈൽ മോർച്ചറി, അങ്ങനെയുള്ളതൊന്നും നിങ്ങൾക്ക് സിലബസിലേക്ക് വന്നിട്ടില്ല, നിങ്ങൾക്ക് പഠിക്കാനും ഇല്ല. ഇത് 3 ക്ലിയർ ആയിട്ട് പഠിക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ഇനി അടുത്തത് ക്ലിയർ ആയോ നോക്കിയേ. പോയിന്റ്സ് ഇതിന്റെ ഏതെങ്കിലും കിട്ടാനുണ്ടോ? ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടോ?
നമ്മുടെ ഒരു 5 മിനിറ്റ് കൂടി അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വായിപ്പിക്കാം, നേരം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഒന്നുകൂടി. ഇനി അടുത്തത് ലാസ്റ്റ് വരുന്നത് മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെ എങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, ഹോസ്പിറ്റലിലെ എൻവയോൺമെന്റ് നമുക്ക് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. ഫസ്റ്റ് വരുന്നത് ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രീസിയസ്ലി. പ്രീസിയസ്ലി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു ഡെഡ് ബോഡി അവിടെ കൊണ്ട് ചെല്ലുമ്പോൾ നമ്മൾ അത് എത്ര ദിവസം സൂക്ഷിക്കണം അതുണ്ടാവും. ഒരു ദിവസം വെച്ചാൽ മതി, ഒരു ദിവസം, 3 ദിവസത്തേക്കാണെങ്കിൽ 3 ദിവസം. അത് റെക്കോർഡ് ഉണ്ടാവും, പേര്, അഡ്രസ്, റിലേറ്റീവ്സിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് നമ്മൾ എന്താ പറയാ, മോർച്ചറിയില് നമ്മളെ ബോഡിയൊക്കെ കീപ്പ് ചെയ്യുമ്പോൾ അതിനൊരു റെക്കോർഡ് ഉണ്ട്. വെറുതെ കൊണ്ടുവന്ന് വെക്കുകയല്ല, റെക്കോർഡിക്കലി കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഈ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്ററുകൾ കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻഡ്. സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, മെയിൻറ്റെയിൻഡ്, നിലനിർത്തുക. മെയിൻറ്റെയിൻ തന്നെയുള്ള മീനിങ് ആണ് സസ്റ്റെയിൻഡ്, മെയിൻറ്റെയിൻ. ദ നെസസറി ടെമ്പറേച്ചർ ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻഡ്. ഈ ഓക്കെ, അതിന്റെ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആണ് ടെമ്പറേച്ചർ. അപ്പൊ നമ്മുടെ ടെമ്പറേച്ചർ എങ്ങാനും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ബോഡി എന്ത് പറ്റും, ഡീക്കേ ആവും, നശിച്ചു പോകും, അല്ലെ, ജീർണിച്ചു പോകും. അപ്പൊ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ അതിന് ബോഡി ഡീക്കേ ആവാതിരിക്കാനുള്ള കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ രണ്ടാമത്തെ ഒരു ഇതിനകത്ത് പറയുന്നതാണ് ദ നെസസറി ടെമ്പറേച്ചർ, അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ അത് നമ്മൾ മോർച്ചറിയിൽ ഇടയ്ക്ക് ഒബ്സർവ് ചെയ്യണം. 2-3 മണിക്കൂറൊക്കെ കൂടുമ്പോൾ അവിടുത്തെ വേണ്ടപ്പെട്ട ആളുകൾ അത് ഒബ്സർവ് ചെയ്യണം. അത് ആ ടെമ്പറേച്ചർ നിലനിർത്തിക്കുകയും ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ബോഡി ഡീക്കേ ആവും. അപ്പൊ അത് ഡീക്കേ ആവാതിരിക്കുക, അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും മോർച്ചറിയിൽ നമ്മൾ എന്താ പറയാ, ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ്, ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റെയിൻഡ്. ക്ലീൻനെസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബോഡിയും അതുപോലെ, നമ്മൾ ബോഡിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ബ്ലഡ് അങ്ങനെ ഫ്ലൂയിഡ് ഒക്കെ പുറത്തേക്ക് വരാം. അപ്പൊ ബോഡി നീറ്റ് ആക്കണം, അല്ലെ. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ബോഡിയൊക്കെ നല്ല പൊതിഞ്ഞ് കെട്ടി നല്ല വൃത്തിയായിട്ടൊക്കെയാണ് നമുക്ക് തരുന്നത് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ. അല്ലാതെ ഇപ്പൊ മരിച്ചു കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതേ ബ്ലഡോടുകൂടി ഒന്നും അല്ല, അതൊക്കെ നീറ്റാക്കി ഇട്ടൊക്കെയാണ് അവർ തരുന്നത്. അപ്പൊ ബോഡിയുടെ ക്ലീൻനെസ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ എന്താ നമ്മുടെ ആ എൻവയോൺമെന്റും ആ ഒരു മോർച്ചറി പരിസരവും അതൊക്കെ മോർച്ചറിയും എങ്ങനെയുണ്ട്, ക്ലീനും അതുപോലെ ടൈഡി, നല്ല വൃത്തിയുള്ളതൊക്കെ ആയിരിക്കണം. ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഇൻഫെക്ഷൻ പുറത്തേക്ക് ആവരുത്, അല്ലെ. മോർച്ചറിയുടെ അകത്തുള്ള ആ ബോഡീസ് ഒക്കെ അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യരുത്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ നല്ല ഒരു അന്തരീക്ഷം, ക്ലീൻനെസ് ആയിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയറായോ? പിന്നെ വരുന്നത് സെക്യൂരിറ്റി. അടുത്തൊരു പോയിന്റ് ആണ് സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻഡ്. മോർച്ചറിയുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സുരക്ഷ. സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷയാണ് പറയുന്നത്. മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്യണം. എന്തുകൊണ്ടാ, ഈ നമ്മള് എല്ലാ ക്രൈമുകളും കാര്യങ്ങളൊക്കെ നടന്നില്ലേ, അങ്ങനെയൊക്കെ മരിക്കുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്കുടെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ, ബോഡി മോഷ്ടിച്ചുകൊണ്ട് പോകാൻ വേണമെങ്കിൽ ഡെഡ് ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം, മോർച്ചറിയിൽ നിന്ന് അവരെ കടത്തിക്കൊണ്ട് പോകാം, അവരുടെ തെളിവൊക്കെ നശിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ കൊലപാതകമൊക്കെയാണ്, കേസൊക്കെ വന്നു, അപ്പൊ അവര് എന്താ പറയുക, കുറ്റവാളികൾ പിടിക്കപ്പെടും എന്നുള്ള കണ്ടീഷനൊക്കെ വരുമ്പോൾ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഡെഡ് ബോഡിയിൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോഡിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകാം. അപ്പൊ അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇപ്പൊ ബോഡി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടും എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഓക്കെ. അപ്പോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് എന്താ പറയാ, മോർച്ചറിയുടെ സെക്യൂരിറ്റി കേട്ടോ, മോർച്ചറിയുടെ സെക്യൂരിറ്റി എന്താണ്, ഒബ്സർവ് ചെയ്യണം, അതുപോലെ സസ്റ്റെയിൻ ചെയ്യണം. എന്തുകൊണ്ട് അവിടെ നിന്ന് ബോഡിയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയി ആ കേസിന്റെ ഒരു എന്താ പറയാ, ശരിക്കും ഒരു തുമ്പാണ്. മർഡർ ഒക്കെ ആണെങ്കിൽ നമ്മൾ ആ ബോഡി നോക്കിയിട്ടാണ് എങ്ങനെയാ മരിച്ചത്, കൊലപാതകം എങ്ങനെയാന്നൊക്കെ, അല്ലെ. ഒരുപാട് സിനിമകളിൽ അങ്ങനെയല്ലേ, ഡെഡ് ബോഡി നമ്മൾ നോക്കിയിട്ട് കേസ് കണ്ടുപിടിക്കുന്ന ക്രൈം
ഒക്കെ കണ്ടുപിടിക്കുന്നതല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു വളരെ ഒരു അതാണ് നമ്മള് മറ്റേ കവേർഡ് വിത്ത് പോർട്ടിക്കോ എന്ന് പറഞ്ഞത് നമ്മളൊരു ചെറിയൊരു മണാലിന്റെ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നുള്ള ഒരു ഫോറൻസിക് ആയിട്ടുള്ളത് ചിലപ്പോ അവർക്കടെ കൊന്ന ആൾക്കടെ എന്താ പറയാ മുടിയോ നാക്കത്തിന്റെ ഇതോ അല്ലെങ്കിൽ അവർക്കടെ എന്തെങ്കിലും പാടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോറൻസിക്കാർ വന്ന് നോക്കുമ്പോൾ ഒരു തെളിവ് അവിടെ ഉണ്ടാവും എന്തായാലും. ഒരു കേസിന് വലിയൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയാണ് മരിച്ചത്. അപ്പൊ കൂടുതൽ അന്വേഷണം വരുമ്പോ കുറ്റവാളികൾ പിടിക്കപ്പെടും എന്നുള്ളൊരു ഇതൊക്കെ വരാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മോഷ്ടിച്ചോണ്ട് പോകാം. അപ്പൊ അങ്ങനെ എന്താ പറയാ അങ്ങനെയൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മോർച്ചറിക്ക് ഒരു സെക്യൂരിറ്റി കൊടുക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. സെക്യൂരിറ്റി ഉറപ്പാക്കണം. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻ നിലനിർത്തണം. പിന്നെ ഇൻഫെക്ഷൻ ലാസ്റ്റ് വരുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സബ്സ്റ്റേറ്റ് ഓൾ ദ ടൈപ്സ്. അജൻഡാസ് പ്രൊസീജിയർ. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകൾ പറഞ്ഞില്ല, പുറത്തേക്കൊക്കെ ഇൻഫെക്ഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകളും പ്രൊസീജിയറും ഒക്കെ എന്ത് ചെയ്യണം? നിലനിർത്തണം, സബ്സ്റ്റെയിൻ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സബ്സ്റ്റെയിൻ ഓൾ ദ ടൈം. എല്ലാ സമയത്ത് നിലനിർത്തണം. ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും മതി. ഓക്കെ. അപ്പൊ ഒരു എന്താ പറയാ ഒരു കഥ കേട്ട ഫീല് തോന്നണ്ട നിങ്ങൾക്ക്? അവിടെ ഉണ്ടാകാതെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇതൊന്ന് വായിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മളിപ്പോ ഏകദേശം എല്ലാവരും ഐഡിയ ഒക്കെ കിട്ടി കാണും. ഇനി ഇതൊക്കെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. രജിസ്റ്റർ നമ്മള് അപ്ഡേറ്റ് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ മോർച്ചറിയിലെ ടെമ്പറേച്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ടെമ്പറേച്ചർ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ബോഡി ഡീക്കേ ആയിപ്പോ. അതുകൊണ്ട് കറക്റ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ക്ലീൻനെസ്, അതൊരു ഇൻഫെക്ഷൻ പുറത്തേക്കൊക്കെ വരാത്ത രീതിയിൽ നല്ല പരിസരമൊക്കെ നല്ല ക്ലീൻനെസ് കഴുകിയൊക്കെ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി, മോർച്ചറിയിലെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. പിന്നെ അടുത്ത ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സുകൾ, അജണ്ട, പ്രൊസീജിയർ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവിടെ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? 6 ഒടുങ്ങിയല്ലേ പറഞ്ഞ പോസ്റ്റ്മോർട്ടം റൂൾ. ഓക്കെ. ഫെമി, പോസ്റ്റ്മോർട്ടം റൂമും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താ പറഞ്ഞേ? ഫെമി ഉണ്ടോ? ഷിൽജ ഉണ്ടോ? ഷിൽജ, മഞ്ജുഷ ഉണ്ടോ? മഞ്ജുഷ, ധന്യ, ഈ വിളിക്കുന്ന ആരും ഇവിടെ ഇരിക്കുന്നില്ലേ? നിങ്ങൾ പോയോ? ഇതോ എന്താ പറയാ ഇതവിടെ ഓണാക്കി വെച്ചോണ്ട് ഇവിടെ ഇല്ലേ ആരും? എന്താണ് വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നേ? ഞാൻ അൺമ്യൂട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഡിഫറൻസ് നമ്മൾ പറഞ്ഞത്? ഓപ്പറേഷൻ തിയേറ്ററില് ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, അവേർട്ട് ഔട്ട്സൈഡ് ഇൻഫെക്ഷൻ, പുറത്തുനിന്ന് അകത്തേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതെ നോക്കും. സ്പ്രെഡ് ചെയ്യാതെ പുറത്തുനിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാതെ നല്ല കെയർ കൊടുക്കണം. എന്നാലും മോർച്ചറിയിലെ അകത്തുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാതെ നോക്കും. അകത്തുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാതെ നമ്മൾ അത്രയും ശ്രദ്ധ അവിടെ കൊടുക്കണം. അത്രയും മോർച്ചറി നീറ്റും ക്ലീനും ഒക്കെ ആയിട്ട് വെക്കണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയായിരുന്നു? ഫങ്ഷണൽ ഏരിയയിൽ അടുത്തത് ഏതാ? ഓഫീസ് റൂം ആൻഡ് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസ്സിംഗ്. ഡോക്ടേഴ്സ് റൂം, സ്റ്റോർ റൂം, റൂം ഓഫ് ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റൻസ്, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത് നോക്കാം. നെക്സ്റ്റ്
നെറ്റ് കണക്ഷൻ ഡൗൺ ആണോ? ഇവിടെയും അതേ മഴയായിരുന്നു. ശാന്തി മോൾ ഉണ്ടോ? ശാന്തി. സൂര്യ ഉണ്ടോ? സൂര്യ PR. ശാന്തി ഉണ്ടോ? ഓക്കെ ഓക്കെ, ശാന്തി ഉണ്ടോ? അപ്പൊ നമ്മള് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് മോർച്ചറിയില് വെയിറ്റിംഗ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ത് വേണ്ടിയായിരുന്നു? വെയിറ്റിംഗ് മോർച്ചറി മരിച്ചു എന്ന് ഉറപ്പ് ഓക്കെ, വെരി ഗുഡ്. ബോഡി കീപ്പ് ചെയ്യാൻ മരിച്ചു എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്, അതുവരെ ബോഡി കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഒരു ഇതിനകത്ത് ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞ ഫോബ്സ് എന്ന് വെച്ചാൽ ശരീരം മൃതദേഹം നമ്മള് അതെല്ലാം ബെറിയൽ സംസ്കാരത്തിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കിടത്തി നമ്മൾ പാർഷ്യലി ഒന്ന് ഡീകമ്പോസ് ചെയ്യാനായിട്ട് അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയുള്ള അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മരിച്ചു എന്ന് ഉറപ്പിക്കണം. ഇന്നത്തെ സയന്റിഫിക് രീതിയിലൊക്കെ മരണം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റൂല. അപ്പൊ പണ്ടുള്ള ആളുകൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുണ്ട്, ജീവനോടുകൂടി അവരെ ബെറി ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പൊ അതിന് കുറയ്ക്കാൻ വേണ്ടി, ആ ഒരു പേടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ എന്താ പറയാ വെയിറ്റിംഗ് മോർച്ചറിയിൽ കിടത്തും. എന്നിട്ട് അവർ പാർഷ്യലി ഡീകമ്പോസ് ആവുമ്പോഴാണ് ബെറി ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. ഹോസ്പിറ്റൽ മോർച്ചറി ആരാ? നിവിയ ഉണ്ടോ? ഗൗരി ഉണ്ടോ? ഗൗരി. നിവ്യ ഉണ്ട്. ഓക്കെ, ഗൗരി. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. ഹോസ്പിറ്റൽ മോർച്ചറി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു. എന്താണ് അവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയില്? നിവിയ. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ എന്താ നമ്മൾ പറഞ്ഞേ? ഹോസ്പിറ്റൽ മോർച്ചറിയിൽ 3 ടൈപ്പ് ഉണ്ട്. ഹോസ്പിറ്റലുണ്ട്, കെയർ സെന്റർ ഉണ്ട്, ഹോസ്പിറ്റൽ റിട്ടയർമെന്റ് ഹോംസുകളിലും മോർച്ചറി ഹോസ്പിറ്റൽ മോർച്ചറി ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിന്റെയൊക്കെ ഹോസ്പിറ്റൽ മോർച്ചറി ഉണ്ടാവും. അങ്ങനെ പിന്നെ അവിടെ സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അവരെ മോർച്ചറി ഡിസ്ട്രിബ്യൂഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ മോർട്ടീഷ്യൻസ് എന്നാണ് പറയുന്നത്. എന്ന് വിളിക്കും. പിന്നെ അത് ഈ ഹോസ്പിറ്റൽ മോർച്ചറീസ് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ് തന്നെയായിരിക്കും. ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗം തന്നെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. പിന്നെ അതൊരു ഓട്ടോപ്സി സൈറ്റ് അല്ലെങ്കിൽ ഫോറൻസിക് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓട്ടോപ്സി സൈറ്റും കൂടിയാണത്. ഫോറൻസിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓട്ടോപ്സി സൈറ്റ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് കൂടിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നമ്മുടെ മൂന്നാമത്തെ പറഞ്ഞത് പ്രൈവറ്റ് മോർച്ചറിയാണ്. അതാരാ പറയാ? കുറേ പേരുകളുണ്ട്, പക്ഷേ ഫസീല ഉണ്ടോ? ബിന്ന ഫാത്തിമ. ബിന്നയുണ്ടോ? ബിന്ന. പ്രൈവറ്റ് മോർച്ചറിയോ? അത് ഇങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ ഡെത്ത് സംഭവിച്ചാല് ഡെഡ് ബോഡി റിസീവ് ചെയ്യുന്നതും, പിന്നെ ഡിസീസസ് ആയിട്ട് മരിച്ചാല് അങ്ങനെ, പിന്നെ അടക്കം ചെയ്യാനോ അല്ലെങ്കിൽ ദഹിപ്പിക്കാനോ ഒക്കെയുള്ള ബോഡീസ് ഒക്കെ കീപ്പ് ചെയ്യുന്ന. ബോഡി സൂക്ഷിക്കുകയും ചെയ്യും, നമുക്ക് ആവശ്യമാണെങ്കിൽ അവരവിടെ എന്ത് ചെയ്യുന്നു, ദഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഫെസിലിറ്റി ഉള്ളതാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ശവസംസ്കാരം ചെയ്യുന്ന സ്ഥലം. ബന്ധുക്കൾക്ക് കാണാനും മറ്റു ശവസംസ്കാരം ചെയ്യുന്ന സ്ഥലം. ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. ഓക്കെ, ഫ്യൂണറൽ ഹോംസിന്റെ സർവീസ് ചെയ്യുന്ന ഒരു ശരിക്കും ഒരു പാർട്ടാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. ഓക്കെ,
Okay. മേഡം മേഡം നെറ്റ് പ്രോബ്ലം ഉണ്ട്, ക്ലിയർ അല്ല. നെറ്റ് പ്രോബ്ലം ഉണ്ട് മേഡം, വിട്ടുവിട്ട് കേൾക്കണം. വീഡിയോ എന്താണ് കഴിഞ്ഞ ക്ലാസ് കയ്യൊന്നുമില്ല അപ്പത്തേക്കും മേഡം